എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിന്നിവിടെ ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗ്രഹങ്ങളുടെ തേജസ് കൊണ്ട് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ സൂര്യൻ്റെ പ്രഭാവം കൊണ്ട് ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ സൂര്യൻ എന്ന ഗ്രഹം ആത്മാവാണ്. പുരുഷൻ്റെ വലത് കണ്ണാണ്, സ്ത്രീയുടെ ഇടത് കണ്ണാണ്. ജീവനശക്തി, ഹൃദയം, മേധസ്, നാഡി, നട്ടെല്ല്, പിത്തം, രക്തം തുടങ്ങിയവ എല്ലാം ഈ പ്രഭാവതിയാക്കുന്നത് ഈ സൂര്യനാണ്. ഈ ഗ്രഹം ആയുസ് നൽകുന്നതോടൊപ്പം തന്നെ ശരീര രചനാകരവും ആണെന്ന് ഉഷ്ണാദായകവുമാണ്. സൂര്യൻ ബലവാനാണെങ്കിൽ ജാതകൻ്റെ ശരീരത്തിലെ അസ്ഥികളും ബലമുള്ളതായിരിക്കുമെന്നാണ് പറയുക. കൂടാതെ അവൻ ആരോഗ്യമുള്ളവനായിരിക്കും. സൂര്യൻ ബലഹീനനായാൽ മസ്തിഷ്കത്തിന് ബലക്ഷയം സംഭവിക്കും. സൂര്യൻ ഏതെങ്കിലും ശത്രുഗ്രഹത്തെ കൊണ്ട് പീഡിതനാണെങ്കിൽ പിത്തം, ജ്വരം, ക്ഷയം, നേത്രരോഗം, ചർമ്മരോഗം, അസ്ഥിരോഗം, ശിരോരോഗം, പക്ഷാഘാതം, അപസ്മാരം, ശൂല തുടങ്ങിയ രോഗങ്ങൾക്ക് അധീനമാവും. അല്ലെങ്കിൽ ആ രോഗങ്ങൾ വന്നു ഭവിക്കുമെന്നാണ് നമ്മൾ ജ്യോതിഷപ്രകാരം നമ്മുടെ ഗ്രഹങ്ങളെ കൊണ്ട് പറയുന്ന ഗുണദോഷ ഫലങ്ങൾ. ഇതിപ്പോൾ സൂര്യനെ കൊണ്ട് ഇവിടെ ജീവനാംശം, അതായത് നമ്മൾ പകുതി കാര്യങ്ങൾ നല്ല ബലത്തിൽ നിൽക്കുന്ന സൂര്യൻ നമുക്ക് നല്ല ഗുണം തരും. പാവനായിട്ടോ അല്ലെങ്കിൽ മറ്റു പാപഗ്രഹങ്ങളുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന സൂര്യൻ നമുക്ക് ദോഷത്തെ പ്രദാനം ചെയ്യുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെക്കുറിച്ചും ആ ഗ്രഹങ്ങൾ മുഖേന നമുക്കൊരു മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, വ്യത്യാസങ്ങൾ, എന്തൊക്കെ ദോഷങ്ങളാണ്, എന്തൊക്കെ ഗുണങ്ങളാണെന്നുള്ളതാണ് ഞാനിവിടെ ഓരോ എപ്പിസോഡിലും പറയുന്നത്. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.